മോക്ക് ടെക്സ്റ്റ് 23 ജഡ്ജസ് ചാപ്റ്റർ 16. ചോദ്യം 1. സാംസനെ നീ വശീകരിക്കണം. അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. ആര് ആരോട് പറഞ്ഞു? ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലയോട്, ഫിലിസ്ത്യർ സോറേക്കിനോട്, ഫിലിസ്ത്യർ ഗാസ നിവാസികളോട്. 2. 1100 വെള്ളിനാണയം ആർക്കാണ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തത്? സോറേക്കിന്, ദലീലയ്ക്ക്, മനോവയ്ക്ക്. 3. സാംസൺ ഞാണുകൾ പൊട്ടിച്ചതിനെ എന്തിനോടാണ് ഉപമിച്ചത്? അഗ്നി ചണനൂലിനെ എന്ന പോലെ, അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ, അമ്പെയ്യുന്നത് പോലെ. 4. എത്ര പ്രാവശ്യം എന്നെ അവഹേളിച്ചിരിക്കുന്നു എന്നാണ് ദലീല സാംസനോട് പറഞ്ഞത്? 3, 2, 4. 5. ഫിലിസ്ത്യർ സാംസനെ പിടിച്ചുകൊണ്ടുപോയത് എങ്ങനെയാണ്? കൈ ഒടിച്ച്, കാലൊടിച്ച്, കണ്ണ് ചുഴ്ന്നെടുത്ത്. 6. ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദേവൻ. ദാഗോൻ, ഭാഗോൻ, ബാഗോൻ. 7. ക്ഷൗരക്കത്തി തലയിൽ സ്പർശിച്ചിട്ടില്ലാത്തത് ആരുടെ? സാംസന്റെ, ദാഗോന്റെ, ദലീലയുടെ. 8. സാംസൺ കർത്താവിനോട് യാചിച്ചത് എന്ത്? ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എൻ്റെ കണ്ണുകളിൽ ഒന്നിനെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമെന്ന്, എന്നോട് ക്ഷമിക്കണമേ. 9. കെട്ടിടം താങ്ങി നിർത്തിയിരുന്നത് എന്താണ്? 2 കാലുകൾ, 2 നെടുന്തൂണുകൾ, 4 തൂണുകൾ. 10. സാംസനെ സംസ്കരിച്ചത് എവിടെ? മനോവയുടെ ശവകുടീരത്തിന്റെ അരികിൽ, മനോവയുടെ ശവകുടീരത്തിൽ, പാറ കൊണ്ട് നിർമ്മിതമായ കല്ലറയിൽ. ഉത്തരങ്ങൾ. 1. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ദലീലയോട്, 2. ദലീലയ്ക്ക്, 3. അഗ്നി ചണനൂലിനെ എന്ന പോലെ, 4, 3, 5 കണ്ണ് ചുഴ്ന്നെടുത്ത്, 6 ദാഗോൻ, 7 സാംസന്റെ, 8 ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എൻ്റെ കണ്ണുകളിൽ ഒന്നിനെ ശക്തിപ്പെടുത്തണമേ എന്ന്, 9 2 നെടുന്തൂണുകൾ, 10 മനോവയുടെ ശവകുടീരത്തിൽ.